Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 1 18ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളായത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എങ്ങനെ ഈ ഫീൽഡിന്റെ രാജാവായിട്ടുള്ള ഞാൻ ഇപ്പൊ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാതെ അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു. സോ ചെറുപ്പം തൊട്ടേ ബാറോ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കും. അവനുള്ള ടീം മാത്രമായിരിക്കും എപ്പോഴും വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെ ടീംമേറ്റ്സ് എല്ലാവരും ഇവൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അത് കാരണം നമ്മൾക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്നു. നിങ്ങളെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ബോൾ എനിക്ക് പാസ് ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ബിക്കോസ് ഐ ആം ദ കിങ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റേതായിട്ടുള്ള ഒരു ഫുട്ബോൾ ശൈലി ഞാൻ കൊണ്ടുവന്നു. അപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഫുട്ബോൾ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. കാരണം ഞാനൊരു രാജാവിനെ പോലെ ആയിരുന്നു. ജീവിതകാലം മുഴുവൻ ഫുട്ബോളിനായി സമർപ്പിച്ച ഒരാളെ തോൽപ്പിച്ച് അവനെ ഫീൽഡിൽ നിന്നും പുറത്താക്കുന്നതും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റി നിർത്തുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫീൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് എന്ന് പറയുവാണ് ബാറോ. പിന്നീട് നമ്മൾ കാണുന്നത് നാഗിനെയാണ്. ഇസഗി, ഒരു പോയിന്റ് കൂടി എടുത്താ ഇവർ ജയിക്കൂട്ടോ. ഒരിക്കലുമില്ല, നമുക്ക് തിരിച്ചു വരണം എന്ന് ഇസഗി പറയുന്ന സമയത്താണ് ഫസ്റ്റ് ടച്ചിന് വേണ്ടി വെച്ചിരുന്ന ബോൾ ബാർ ഒറ്റയാടി അങ്ങ് അടിക്കുന്നത്. സോ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി പോകുന്ന ആ ബോൾ കണ്ട് എല്ലാവരും അത് ഗോളായെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഗോൾ കീപ്പർ അത് തടയുന്നു. അവിടെ നിന്നും തിരിച്ചു വരുന്ന ബോൾ കുനുഗാമി ഓടിച്ചെന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് നാഗി അവന്റെ പുറകിലോട്ട് വരുന്നത്. ഹേ കുനുഗാമി, ഇങ്ങോട്ട് പാസ് ചെയ്യ് എന്ന് വിളിച്ചു പറയാണ് റിയോ. സോ റിയോയുടെ അടുത്തോട്ട് വരുന്ന ബോൾ എടുക്കാൻ വേണ്ടി റിയോ ശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇസഗി അങ്ങോട്ട് വരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഇവൻ ഈ ബോൾ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് റിയോ ആ ബോൾ അങ്ങ് തട്ടുന്നു. സോ തെറിച്ച് താഴെ വീഴുന്ന ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ബാറോ. അതെ, ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാ എന്റെ ഷൂട്ടിംഗ് റേഞ്ചിലോട്ട് എത്തും എന്ന് പറഞ്ഞ് ബാറോ അത് എടുക്കാൻ വരുന്ന സമയത്താണ് ചീഗിരി അവന്റെ പുറകിലൂടെ വരുന്നത്. എന്റെ സ്പീഡിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ചീഗിരി ആ ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ ഫസ്റ്റ് ടച്ച് ബാറോക്ക് കിട്ടിയില്ലെങ്കിൽ അവൻ ആ ബോൾ നഷ്ടമാകും. പെട്ടെന്നാണ് ഇസഗി അവന്റെ മുൻപിലോട്ട് വരുന്നത്. ഐ ആം വെയിറ്റിംഗ് യുവർ പാസ്. ഇത് കേട്ടതും ബാറോ പന്തിലോട്ട് വെറുതെ ഒന്ന് തട്ടുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. സോ ഇസഗിയുടെ അടുത്തോട്ട് പോയ ആ ബോൾ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട പോലെ ഒറ്റ അടി അടിക്കുവാണ് ഇസഗി. അത് വളരെ നല്ലൊരു പാസ് ആയിരുന്നു. ഡോങ്കി, നീ മൂവ് ചെയ്താൽ മാത്രമേ എന്നെ കൊണ്ട് സ്കോർ ചെയ്യാൻ സാധിക്കൂ. ഇതുകൂടി ആയ സമയത്ത് ബാറോ അങ്ങ് ഇല്ലാതാവുന്നു. ഈ ഫീലിങ്സ്, എന്റെ ഹൃദയത്തെ പിടിച്ചു കെട്ടുന്ന ഈ നിരാശ തോൽവിയാണോ? അത് ഞാൻ അറിഞ്ഞുകൊണ്ടു കൊടുത്ത പാസ് അല്ല, ആരോ എന്നെ ചെയ്യാൻ നിർബന്ധിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ആ നിമിഷം ഇസഗിയുടെ മുൻപിൽ ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ബാറോ നടന്നതല്ല ആലോചിക്കുന്നു. ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ ഒരിക്കലും ഒരു രാജാവ് ആയിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ടീം റെഡിനെയാണ്. എന്ത് വില കൊടുത്തും ഇനി ഒരു പ്രാവശ്യം കൂടി നാഗിയുടെ കയ്യിൽ ബോൾ കിട്ടാൻ പാടില്ല. ഇപ്പോൾ ബോൾ നമ്മുടെ കയ്യിലാണ്. ഈ ബോളിനി അവരുടെ കയ്യിലെത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾ തോൽക്കും. ഇതേസമയം മറ്റൊരു ഭാഗത്ത് എന്തൊക്കെ സംഭവിച്ചാലും ചീഗിരിയുടെ അടുത്തോട്ട് ബോൾ വരാൻ പാടില്ല. ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി അവൻ ഓടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ തോറ്റുവെന്ന എന്ന് പറഞ്ഞ് ഇസഗി ഒരു പ്ലാനിങ് നടത്തുന്നു. ശരി, ഈ കാര്യം നമുക്ക് ബാറോയോട് പറയണ്ടേ എന്ന് ചോദിക്കുകയാണ് നാഗി. ഹേയ് വേണ്ട, ഈ ഗെയിം ജയിക്കാൻ നമ്മൾ രണ്ടുപേരും മാത്രം മതി എന്ന് പറയുകയാണ് ഇസഗി. അങ്ങനെ മാച്ച് ആരംഭിക്കുന്നു. ടീം റെഡാണ് ബോൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. സോ ചീഗിരിയുടെ അടുത്തോട്ടാണ് ഇപ്പൊ നാഗി നിൽക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് അവനെ മാർക്ക് ചെയ്തുകൊണ്ട് അവന്റെ അടുത്തോട്ട് ഇനി ബോൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനി ആർക്ക് പാസ് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കുനുഗാമി അവിടെ നിൽക്കുന്നത് കാണുന്നത്. ബാറോ അവന്റെ കുറച്ച് പിന്നിലായിട്ടാണ് നിൽക്കുന്നത്. മുൻപിൽ നിൽക്കുന്ന ഇസഗിയെ മറികടന്ന് തനിക്ക് പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ റിയോ കുനുഗാമിക്ക് നേരെ ആ ബോൾ ഇട്ടു കൊടുക്കുന്നു. എന്നാൽ ബാറോ പുറകിൽ നിൽക്കുന്നത് കൊണ്ട് കുനുഗാമിക്കും ബോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. സോ ഒന്ന് ഹോൾഡ് ചെയ്തതിനു ശേഷം റിയോക്ക് തന്നെ അവൻ ബോൾ പാസ് ചെയ്യുന്നു. എനിക്കിനി വേറെ വഴിയില്ല, ഈ മാച്ചിൽ വിജയിക്കണമെങ്കിൽ ഇസഗിയെ മറികടന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഇസഗിയുടെ സൈഡിലൂടെ ചീഗിരിക്ക് ബോൾ പാസ് ചെയ്യുന്നു. നാഗിയുടെ പുറകിലൂടെ ചെന്ന ചീഗിരി ആ ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് മുന്നോട്ടോടുന്ന നാഗി അവൻ കാണുന്നത്. ഇവൻ എന്തീ ചെയ്യുന്നേ? സോ അപ്പോഴാണ് റിയോക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. സൈഡിലൂടെ കർവീതി ഇട്ടുകൊടുത്ത ആ ബോൾ ചീഗിരി എടുക്കുന്നതിന് മുൻപ് നാഗി തടയാനുള്ള പ്ലാനാണ്. എന്നാൽ ആ ബോളിന്റെ സൈഡിലൂടെ ഓടി വരുന്ന നാഗി ആ ബോൾ പിടിച്ചു നിർത്തുമെന്നുള്ളത് വളരെയധികം റിസ്ക് ഏറിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നല്ലൊരു പാസ് ആയിരുന്നു റിയോ, അതിനാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറയുവാണ് ഇസഗി. എന്ത്, എന്റെ പാസിന് വേണ്ടി കാത്തിരുന്നോ? ഇതേസമയം വളരെ വേഗത്തിൽ വരുന്ന ആ ബോൾ തന്റെ ബോൾ കൺട്രോൾ ഉപയോഗിച്ച് നാഗി അങ്ങ് തട്ടുന്നു. സോ അത് തെറിച്ചു വരുന്നത് ബാറോയുടെ അടുത്തോട്ടാണ്. സോ ബാറോയുടെ അടുത്ത് ആ ബോൾ വന്നതും ഇസഗിയും നാഗിയും ഓപ്പോസിറ്റ് ടീമിലുള്ള ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് ഗോ ഡോങ്കി. ഒരിക്കൽ ഈ തോൽവി എന്ന കാര്യം ഞാൻ അംഗീകരിച്ചു. അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഈ ഫീൽഡ് ഷൈൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വിചിത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ സുഖമാണ്.
ഒരു പക്ഷേ ഞാനല്ലാത്തത് കൊണ്ടാവാം എന്ന് ബാറോ ചിന്തിക്കുന്ന സമയത്താണ് നാഗി അവനോട് ബോൾ പാസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. എന്ന പെട്ടെന്ന് തന്നെ നാഗിയെ തടയാൻ വേണ്ടി ചീഗിരി അങ്ങോട്ട് വരുന്നു. ഇപ്പോൾ ഈ ഗെയിമിൽ എന്നെക്കാൾ ഷൈനിങ് ചെയ്യുന്നത് ഇവരാണ്. സത്യം പറഞ്ഞ അവർ പറയുന്നത് എന്താണെന്ന് പോലും എന്നെ കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നു. എന്നെക്കാൾ നന്നായി മറ്റുള്ളവർ കളിക്കുന്നുണ്ടെന്ന് എന്നെ കൊണ്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോ എന്താണെന്ന് അറിയില്ല. അവർക്ക് ബോൾ പാസ് ചെയ്യണമെന്നാണ് എന്റെ മനസ്സ് എന്നോട് പറയുന്നത്. ഈ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പറഞ്ഞു വരുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരുടെ കൂടെ ഗെയിം കളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും എനിക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫേസ് ഇതുപോലെ തന്നെയായിരിക്കും. അവരെക്കാൾ കഴിവ് എനിക്കുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ച് എങ്ങനെയെങ്കിലും ഗെയിമിൽ വിജയിച്ചാൽ മതിയെന്ന് മാത്രം ചിന്തിക്കുന്നവരായിരുന്നു അവർ. എന്നാൽ ഇപ്പോ അവരെ പോലെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഗെയിമിൽ വിജയിക്കണമെങ്കിൽ എനിക്ക് അവർക്ക് പാസ് കൊടുത്തേ പറ്റൂ. സോ എന്നൊക്കെ ചിന്തിച്ച് ബാറോ അവർക്ക് പാസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് എന്തോ അവനെ അതിൽ നിന്നും തടയുന്നത്. അവന്റെ കാലുകൾ അവനെ കൊണ്ട് അനക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ആ കാര്യം എന്താണെന്ന് അവൻ ചിന്തിക്കുന്നത്. ഞാൻ ബോൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഗോളുകൾ അവർക്ക് കൊടുക്കുവാണെന്നാണ് അർത്ഥം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ച് ഞാൻ അവർക്ക് കൊടുക്കുന്നു. എന്നാൽ ഞാനിപ്പോ തോറ്റ് പിന്മാറിക്കഴിഞ്ഞാ പിന്നെ എന്റെ ലൈഫിൽ എന്നെ കൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കില്ല. നമ്മുടെ നാടിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുന്ന ഇസഗിയെ ഒരു പ്രേക്ഷകനായിട്ട് ടിവിയിലൂടെ കാണേണ്ട അവസ്ഥ എനിക്ക് വരും. അന്ന് ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇപ്പൊ അവൻ കളിക്കുന്ന സ്ഥാനത്ത് കളിക്കാൻ സാധിച്ചേനെ എന്ന് പറഞ്ഞ് ഫീൽ ചെയ്തുകൊണ്ടേ ഞാൻ ഇരിക്കും. അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചറിൽ മറ്റുള്ളവരെ പോലെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഫ്യൂച്ചർ എനിക്ക് മാറ്റണമെങ്കിൽ ഇപ്പൊ ഇത് ഞാൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ കുനഗാമിയുടെ പുറകിലൂടെ പോവാണ് ബാറോ. വളരെ വേഗത്തിൽ പോകുന്ന ബോളിനെ പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ബാറോ വിചാരിക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു. ഇത് കണ്ട് ഇസഗിയും നാഗിയും അവനെ തന്നെ നോക്കുന്നു. ഇസഗിയുടെ തൊട്ടടുത്ത് ഇസഗിയെ തടയാൻ വേണ്ടി റിയോ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ബാറോ ഇസഗിക്ക് ബോൾ പാസ് ചെയ്യുന്നത് പോലെ റിയോക്ക് തോന്നുന്നത്. അതെ, ഞാൻ ഇസഗിയെ തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് റിയോ ചിന്തിക്കുന്ന സമയത്താണ് റിയോയുടെ ഇപ്പുറത്തെ സൈഡിലൂടെ ബാറോ ബോളും കൊണ്ട് ഓടുന്നത്. എങ്ങനെയാ ഇത്രയധികം പവറിൽ പോകുന്ന ബോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നേ എന്ന് ചിന്തിക്കുകയാണ് റിയോ. സോ ബാറോയെ തടയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഹേ ചീഗിരി, അവനെ ബ്ലോക്ക് ചെയ്യ് എന്ന് വിളിച്ചു പറയുവാണ് കുനുഗാമി. എന്നാൽ ഇതേ സമയമാണ് ബാറോ മാസായിട്ടുള്ള മൂവ് നടത്തുന്നത്. ഇസഗിയുടെ പുറകിലൂടെ വന്ന ബാറോ എങ്ങോട്ടാണ് ബോൾ മൂവ് ചെയ്യാൻ പോകുന്നതെന്ന് ചീഗിരിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇസഗിയെ യൂസ് ചെയ്ത് ബാറോ ആ ബോളും കൊണ്ട് ചീഗിരിയും ക്രോസ് ചെയ്ത് പോകുന്നു. മാച്ച് ആരംഭിച്ചത് മുതൽ നിങ്ങൾ രണ്ടുപേരും വളരെ നന്നായിട്ട് എന്നെ കളിക്കുന്നുണ്ട്. അപ്പോ ഉണ്ടായ ആ വെളിച്ചത്തിൽ മറഞ്ഞടക്കുന്ന നിഴലിനെ പുറത്തു കൊണ്ടുവന്ന ഞാനൊരു ഷേഡോ ആയിട്ട് മാറും എന്ന് പറഞ്ഞ് ബാറോ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. ഹോളി ഹെൽ ഡ്യൂഡ്, കം ബാക്ക് കിങ്. ഈ പന്തിനെ പോലെയാണ് എന്റെ പുതിയ രാജകീയ പദവിയിലോട്ടുള്ള വഴി. ബിക്കോസ് ഐ ആം ദ കിങ്. Final score 4-5. Blue Lock second selection, third stage, 3 vs 3 rivalry battle. സോ ഇപ്പോൾ നടന്ന മത്സരത്തിൽ ടീം വൈറ്റ് വിജയിച്ചിരിക്കുന്നു. ഇതേ സമയം ബാറോയെ പ്രശംസിക്കാൻ വേണ്ടി ഇസഗി അവന്റെ അടുത്തോട്ട് വരുന്നു. എന്നാൽ പെട്ടെന്ന് ബാറോ അവനെ പിടിച്ചു പോക്കുന്നു. നീ എന്താ പറഞ്ഞേ? ഞാനൊരു ഡോങ്കിയാണെന്നോ? സോറി, അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. ശരിക്കും പറഞ്ഞ നീ വേറെ ലെവലാണ് ബാറോ എന്ന് പറയുവാണ് ഇസഗി. ഇതേ സമയം തന്നെ നീ പൊളിച്ചു മോനെ എന്നും പറഞ്ഞ് നാഗി അവന്റെ മേളിലോട്ട് ചാടുന്നു. ഡേയ്, അവസാന നിമിഷം ഇങ്ങനെ ഒരു മൂവ് നടത്തണമെങ്കിൽ ഇത് നിന്റെ സ്പെഷ്യൽ ടെക്നിക്കാണോ എന്ന് ചോദിക്കുവാണ് നാഗി. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനൊരു ടെക്നിക്ക് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നേ. സത്യം പറഞ്ഞ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ആ ഫീൽഡിൽ എപ്പോഴും രാജാവ് ഞാനാണെന്നാണ് വിചാരിക്കാറ്. എന്നാൽ ഇന്ന് ആ സ്ഥാനം നിങ്ങൾ രണ്ടുപേരും ഏറ്റെടുത്തു. അത് നിങ്ങളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചേ. നമ്മുടെ ഓപ്പോസിറ്റ് ടീമും വളരെയധികം പവർഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയുവാണ് നാഗി. ഞാൻ മാച്ച് കളിക്കുന്ന സമയത്ത് ഞാൻ വേണം വിജയിക്കാൻ. എല്ലാവരും എന്നെ വേണം ശ്രദ്ധിക്കാൻ. ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഇസഗിയെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബാർ അവിടെ നിന്നും പോകുന്നു. എന്തായാലും നമ്മളിപ്പോ വിജയിച്ചു, ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകാം എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസഗിയും നാഗിയും. പിന്നീട് നമ്മൾ കാണുന്നത് ആൻഡ്രീനെയാണ്. ഇവനാള് കൊള്ളാവല്ലോ. ബാറോയുടെ കയ്യിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ ചെയ്തേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ബാറോ അവന്റെ ഉള്ളിലെ കഴിവ് തന്നെത്താനെയാണ് പുറത്തോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം നോട്ടീസ് ചെയ്യണം. വേൾഡിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കറിന് പോലും എല്ലാ മാച്ചിലും വിജയിക്കാൻ സാധിക്കില്ല. സാധാരണ ആളുകൾ ഒരു മാച്ചിൽ പരാജയപ്പെട്ടാൽ ഒരു മാച്ചല്ലേ, അടുത്ത മാച്ചിൽ വിജയിക്കാം എന്ന് പറഞ്ഞു നിൽക്കും. എന്നാൽ ഒരു യഥാർത്ഥ സ്ട്രൈക്കർ ഒരു മാച്ചിൽ പരാജയപ്പെട്ടാൽ എന്ത് കാരണം കൊണ്ടാണോ പരാജയപ്പെട്ടത് അത് മനസ്സിലാക്കി അടുത്ത മാച്ചിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. നീ ഒരു പ്രാവശ്യം തോറ്റുപോയാൽ എന്തായിരിക്കും നിന്റെ മനസ്സിലെ ആ വേദന, അത് നീ അവസാനം വരെ ഓർത്തിരിക്കണം. എന്നാൽ മാത്രമേ അടുത്ത പ്രാവശ്യം ഈ വേദന ഞാൻ അനുഭവിക്കരുതെന്ന് പറഞ്ഞ് നിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നീ അതിലോട്ട് കൊണ്ടുവരൂ.
എന്നാ ടീം റെഡ് തോറ്റുപോയതുകൊണ്ട് ഇനി അവരടുത്തത് എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് കാണണം എന്ന് പറയുവാണ് ഈഗോ. ഇതേ സമയം തന്നെ ടീം റെഡ് വളരെയധികം ദേഷ്യത്തിൽ അവിടെ ഇരിക്കുന്നു. ആ പാസ് എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഗോൾ അടിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യാണ് ചീഗിരി. എന്റെ കയ്യിൽ ബോൾ കിട്ടിയിട്ടും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുവാണ് കുനുഗാമി. ഏസഗി, നീ ഇവരിൽ നിന്ന് ഇനി ആരെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് നാഗി. എനിക്ക് ബാച്ചിറയെ വേണം. അതിനുവേണ്ടി ഇറ്റോഷി റിന്നിന്റെ കൂടെ എനിക്ക് മത്സരിക്കണം. ആ ടീമിന്റെ കൂടെ മത്സരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ ഞാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അവനാണ് എന്ന് അവന്റെ പേര് പറയാൻ വേണ്ടി വരുന്ന സമയത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെയായിരിക്കും ഈസഗി തെരഞ്ഞെടുക്കാൻ പോകുന്നത്? അത് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.